ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയിൽ 13-ാം നൂറ്റാണ്ട് മുതൽ ആഘോഷിച്ചു വരുന്ന കത്തോലിക്കരുടെ ഒരു ആഘോഷമാണ്. ദിവ്യബലിയുടെ തിരുനാൾ അഥവാ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ. ഫ്രോലൈഷ്നം എന്നാണ് ഇത് ജർമ്മൻ ഭാഷയിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ശരീരം. പെസഹ വ്യാഴാഴ്ച ഈശോ ശിഷ്യന്മാർക്ക് തൻ്റെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ പങ്കുവച്ചു കൊടുത്തു. എന്നാൽ കുരിശുമരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശു ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഈസ്റ്ററിന് 60-ാം ദിവസമാണ് ഫ്രോലൈഷ്നം അഥവാ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. വെസ്റ്റ് ജർമ്മനിയിലും സൗത്ത് ജർമ്മനിയിലും ഈ ദിവസം പബ്ലിക് ഹോളിഡേ ആണ്. സ്വിറ്റ്സർലൻഡിലെ കത്തോലിക്കർ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലും ഓസ്ട്രിയയിലെ മുഴുവൻ രാജ്യത്തും ഈ ഒരു ദിവസം പൊതു അവധിയാണ്. വിവിധ ഇടവകകളിൽ നിന്നുള്ള ആളുകൾ പ്രായഭേദമന്യേ ഒരു പാർക്കിൽ ഒരുമിച്ചുകൂടി അവിടെ അലങ്കരിച്ചിരിക്കുന്ന വേദിയിൽ ദിവ്യബലി അർപ്പിച്ച് അതിനുശേഷം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായ തിരുവോസ്തി മനോഹരമായി അലങ്കരിച്ച് അനേകം ആളുകളുടെ അകമ്പടിയോടെ സംഗീതാലാപത്തോടെയും പ്രാർത്ഥനയോടെയും അതുപോലെ തന്നെ വിവിധ കൊടികളുടെ അകമ്പടിയോടുകൂടി ഒരു പ്രദക്ഷിണമായി നഗരമധ്യത്തിലൂടെ ദേവാലയത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ നാട്ടിലെ പെരുന്നാൾ പ്രദക്ഷിണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ശബ്ദ കോലാഹലങ്ങൾ കുറവാണ്. അത് മാത്രമല്ല, തീരെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ അവരുടെ വണ്ടിയുമായി പ്രദക്ഷിണത്തിൻ്റെ കൂടെ കാണാം. അതുപോലെ വളരെ പ്രായമായിട്ടുള്ള മനുഷ്യർ വാക്കർ ഉപയോഗിച്ച് നീങ്ങുന്നതും അതുപോലെ വീൽ ചെയറിൽ അവരെ കൊണ്ടുപോകുന്നതുമെല്ലാം നമുക്ക് ഈ പ്രദക്ഷിണത്തിൽ കാണാം.